السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الذي خلق الإنسان وعلمه البيان وجعل له السمع والبصر والجنان، والصلاة والسلام على سيد الخلق المبعوث من ولد أدنان وعلى آله وصحبه والتابعين لهم بإحسان إلى يوم الدين. أما بعد، حسنت نفسي بالحي القيوم الذي لا يموت أبدا، ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم. تركت باب الرجاء والناس قد ركضوا، وبت أشكو إلى مولاي ما أجد، وقلت يا ملي في كل نائبة يا من عليه لكشف الضر أعتمد، أشكو إليك هموما أنت تعلمها ما لي على حملها صبر ولا جلد، وقد مددت يدي بالذل مبتهلا إليك يا خير من مدت إليه يد، فلا تردنها يا ربي خائبة فبحر جودك يروي كل من يرد، الله يغلب إن تركت سؤاله وترى ابن آدم حين يسأل يغلب. ആദരണീയരായ ഗ്രൂപ്പിലെ ഉസ്താദുമാരെ, ജ്യേഷ്ഠാനുജന്മാരെ, മുഹിബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ രണ്ട് ലോകത്തും സുഖത്തിലും സന്തോഷത്തിലും ജീവിക്കുവാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചവരുടെ ഖബറിനെ അല്ലാഹു തആല സ്വർഗപൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗത്തിൽ വലയുന്നവർക്ക് അല്ലാഹു തആല ശിഫ നൽകുമാറാകട്ടെ. അതേപോലെ കടത്തിൽ വലിയുന്നവർക്ക് അവരുടെ കടത്തിനെ വീടുവാനുള്ള മാർഗങ്ങൾ അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. വീടില്ലാതെയും സന്താനങ്ങളില്ലാതെയും വിഷമിക്കുന്നവർക്ക് അല്ലാഹു തആല അനുയോജ്യമായ വീടിനെയും സ്വാലിഹായ സന്താനങ്ങളെയും നൽകി അനുഗ്രഹിക്കട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട മാതാപിതാക്കൾ, സന്താനങ്ങൾ, ഭാര്യമാർ, ഉസ്താദുമാർ, ഇവരെല്ലാം നമ്മുടെ മുഹിബ്ബീങ്ങളെ എല്ലാവരെയും അല്ലാഹു തആല സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ വിഷയം അദ്ദുആഉ ഇലല്ലാഹി സുബ്ഹാനഹു വതആല എന്നതാണ്. അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുക. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വിവരമുള്ളവരും അല്ലാത്തവരും നാം അടക്കമുള്ള പലരും ദുആ ചെയ്യുന്ന അവസരത്തിൽ കൈവെക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലരുണ്ട് കൈ രണ്ടും കൂടി മേലെ വെക്കുന്ന, അങ്ങനെ വെക്കരുത്. കൈ രണ്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൈ രണ്ടും വിട്ടുകൊണ്ട്, അങ്ങനെയാണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ടത്. ഒരാളോട് നമ്മളൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കൈ കാണിക്കുക? അപ്രകാരമാണ് രാജാതിരാജനായ അള്ളാഹുവിലേക്ക് നമ്മൾ ചോദിക്കുമ്പോൾ കൈവെക്കേണ്ടത്. നമ്മൾ പല ആൾക്കാരും അങ്ങനെ തെറ്റായ നിലയിൽ കൈവച്ചുകൊണ്ട് ദ്വാരക്കുന്നത് കാണാം. ചിലവർ വിരൽ പിടിച്ചിങ്ങനെ വെച്ച് കാണാം, ചിലർ രണ്ട് കൈകളും മേലെ വെച്ചിട്ട് ദ്വാ ചെയ്യുന്നത് കാണാം. അതൊന്നും കിതാബിലില്ല. കിതാബിൽ ഖാത്തിമത്തുൽ മുഹഖിഖീൻ അഹ്മദ് ബിൻ ഹജറുൽ ഹൈതമി തങ്ങളുടെ തുഹ്ഫയിൽ കാണാം, ഒന്നുകിൽ രണ്ട് കൈയും ചേർത്തി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ രണ്ട് കൈയും വേറിട്ടുകൊണ്ട്. നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിനോട് ഖുനൂത്ത് ഓതുമ്പോൾ എങ്ങനെയാണ് കൈവക്കൽ, അപ്രകാരം തന്നെ ആയിക്കോട്ടെ, എന്നാൽ പിന്നെ സംശയമില്ലല്ലോ. അപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിനോട് ചോദിക്കുക. നമ്മൾ പലരോടും പല കാര്യങ്ങളും ചോദിക്കും. പക്ഷെ പലരോട് ചോദിക്കുന്നത് പോലെയല്ല അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അല്ലാഹു യഗ്ലിബു ഇൻ തറക്ത സുആലഹു وترى بنا آدم حين يسأل يغضب
അല്ലാഹു യഗ്ലിബു, അല്ലാഹു തആല ദേഷ്യപ്പെടും. ഇൻ തറക്ത സുആലഹു, അല്ലാഹുവിനോട് ചോദിക്കലിനെ നീ ഉപേക്ഷിച്ചാൽ. അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ എല്ലാ സമയത്തും ചോദിച്ചു കൊണ്ടിരിക്കുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. ഉദൂനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ ദുആ ചെയ്യുകയും നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും. അപ്പോൾ ഏത് സമയത്തും അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. ഇനി ഏത് സമയത്തും എന്ന് പറഞ്ഞതുകൊണ്ട് ചില പ്രത്യേക സമയങ്ങളുണ്ട് ദുആക്കുത്തരം കിട്ടുന്നത്, അത് ഞാൻ ശേഷം വിവരിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയോട് ഏത് സമയത്തും ചോദിക്കുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന് നമ്മളോട് ദേഷ്യമാണ്. അല്ലാഹു യഗ്ലിബു ഇൻ തറക്ത സുആലഹു വതറബിന ആദമ ഹിന യസ്അലു യഗ്ലിബു. വതറബിന ആദമ, ആദമിൻ്റെ മക്കളെ, ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളെ നമ്മൾ കാണുന്നതാണ് ഹിന യസ്അലു യഗ്ലിബു, ചോദിക്കുമ്പോൾ ദേഷ്യപ്പിടിക്കുന്നത്. നമ്മൾ തമ്മാമിൽ ആരോടെങ്കിലും വല്ല കാര്യങ്ങളും ചോദിച്ചാൽ അതിന് തട്ടുമുട്ട് ഉത്തരം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു കളിയും, അല്ലെങ്കിൽ വെറുപ്പ് പ്രകടിപ്പിക്കും. പക്ഷേ അള്ളാഹു തആലക്ക് അങ്ങനെയല്ല, ചോദിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന് വെറുപ്പാണ്, ചോദിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടവും ആണ്. അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കണം. അപ്പോൾ ദുആ എന്ന് പറഞ്ഞാൽ കലാമുൻ ദാലും അല ത്വലബി മഅൽ ഖുളൂഇ, വണക്കത്തോടുകൂടി ഒരു ആവശ്യത്തിനെ തേടുന്നതിൻ്റെ മേൽ അറിയിക്കുന്ന കലാമിനിക്കാണ് ദുആ എന്ന് പറയുന്നത്. യുസമ്മാ ഐളൻ സുആലൻ എന്നും പറയുന്ന പേര് പറയപ്പെടും. അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഖാലൽ മുനാവി, ഇമാം മുനാവി പറയുന്നു, എന്താണ് ഇത് എന്ന് പറഞ്ഞാൽ ഹഖീഖത്തുഹു, ദുആന്റെ ഹഖീഖത്ത് മുനാവി തങ്ങൾ പറയുന്നു ഇൽഹാറുൽ ഇഫ്തിഖാരി ഇലൈഹി, അള്ളാഹുവിലേക്കുള്ള ആവശ്യത്തിനെ വെളിവാക്കലാണ്. വത്തബറു മിനൽ ഹൗലി വൽ ഖുവ്വത്തി, സ്വന്തം കഴിവും ശക്തിയിൽ നിന്നും ഒഴിവാകലുമാണ്. എന്നിട്ട് എനിക്കൊരു കഴിവും ഒരു ശക്തിയും ഇല്ല എന്നതിൽ നിന്ന് ഒഴിഞ്ഞതായിട്ട് അള്ളാഹുവിലേക്ക് ആവശ്യത്തിനെ വെളിവാക്കലാണ്. വഹുവ സിമത്തുൽ ഉബൂദിയ്യത്തി വഇസ്തിഷ്ആറു ദുല്ലിൽ ബശരിയ്യ, ബശരീയത്തായ നിന്യതയെ, മനുഷ്യൻ്റെ നിന്യതയെ അള്ളാഹുവിലേക്ക് അറിയിക്കുന്ന ഒരു അടയാളവും കൂടിയാണ് ദുആ എന്നുള്ളത്. ഇത് ഫത്ഹുൽ ഖദീറിൽ നോക്കിയാൽ കാണുന്നതാണ്. ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ പറയുന്നു ദുആ എന്ന് പറഞ്ഞാൽ അത്വലബു, തേട്ടമാണ്. ആ തേട്ടത്തിനേക്കാണ് ദുആ എന്ന് പറയുന്നത്. തീബി, ഹനഫി മദ്ഹബിലെ ഇമാം തീബി പറയുന്നു അദ്ദുആഉ ഹുവ ഇദ്ഹാറു ഗായത്തി തദല്ലുലി വൽ ഇഫ്തിഖാരി ഇലല്ലാഹി വൽ ഇസ്തിഖാനത്തി ലഹു. ദുആ എന്ന് പറഞ്ഞാൽ ഇദ്ഹാറു ഗായത്തി തദല്ലുലി വൽ ഇഫ്തിഖാരി, ആവശ്യത്തിൻ്റെയും നിന്നതയുടെയും അങ്ങേ അറ്റത്തിനെ വെളിവാക്കലാണ്. ഇലല്ലാഹി, അള്ളാഹുവിലേക്ക്, വൽ ഇസ്തിഖാനത്തി ലഹു, അള്ളാഹുവിന് കീഴൊതുങ്ങലിനെയും അള്ളാഹുവിന് ഒതുങ്ങലിനെയും നിന്യതയെയും ആവശ്യത്തെയും വെളിവാക്കുന്നതിനേക്കാണ് ദുആ എന്ന് പറയുന്നത്. ഇമാം തീബി പറയുന്നു ഫത്ഹുൽ ബാരിയിൽ. അപ്പോൾ ദുആ എന്നുള്ളത് അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ദുആ അള്ളാഹ് നടത്തിയിട്ടില്ലെങ്കിൽ അള്ളാഹു തആല നമ്മളോട് ദേഷ്യമാണ്. ഇനി ദുആ എന്നതിന് പല അർത്ഥങ്ങളും പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഫഖദ് വറദ ദുആ ഫിൽ ഖുർആനി ബിമആനിൻ, പല അർത്ഥങ്ങൾ കൊണ്ടും ദുആ എന്ന അർത്ഥത്തിനിക്ക് ദുആ എന്നതിന് പല അർത്ഥങ്ങളും ഖുർആനിൽ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞത് ദുആവിൻ്റെ ഒരർത്ഥം അള്ളാഹുവിലേക്ക് നിന്യത പ്രകടിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മിസ്കീൻ തരത്തെ പ്രകടിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ താഴ്മയെ പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചേടുന്നതിനാണ് ദുആ എന്ന് പറയുന്നത്. അൽ ഇബാദത്തു, ഇബാദത്ത് എന്ന അർത്ഥവും ദുആഇനിക്ക് വന്നിട്ടുണ്ട്. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദും അംസാലുക്കും. ഇന്നല്ലദീന തദ്ഊന, തീർച്ചയായിട്ടും നിങ്ങൾ ഇബാദത്തെടുക്കുന്നത് മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ, ഇബാദും അംസാലുക്കും, നിങ്ങളെപ്പോലത്തെ അടിമകൾക്കാണ് നിങ്ങൾ ഇബാദത്ത് എടുക്കുന്നത്.
അപ്പോൾ ഇബാദത്ത് എന്ന അർത്ഥവും ദുആഇന് ഉണ്ട് അറാഫ് സൂറത്തിൽ. മറ്റൊരു ആയത്തിൽ കാണാൻ സൂറത്തുൽ കഹ്ഫിൽ വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശിയ്യി. അവിടെയും ഇബാദത്ത് എന്നാണ് അർത്ഥം. വസ്ബിർ നഫ്സക, നബിയെ തങ്ങൾക്കുള്ള ശരീരത്തിനെ ശമിപ്പിച്ച് ഇരുത്ത്. മഅല്ലദീന യദ്ഊന റബ്ബഹും, മഅല്ലദീന ഒരു കൂട്ടരുടെ കൂടെ, യദ്ഊന റബ്ബഹും അവർക്കുള്ള റബ്ബിനിക്ക് അവർ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ബിൽ ഉദുവ്വി വൽ അശിയ്യി, രാവിലെയും വൈകുന്നേരത്തുമായിട്ട്. അവിടെയും ഇബാദത്ത് എന്നാണ് അർത്ഥം. എല്ലാ ദുആഇനും ഇബാദത്ത് എന്നല്ല, ചില ദുആക്കൾക്ക് ഇബാദത്ത് എന്ന് അർത്ഥമുണ്ട്. വഖൗലിഹി തആല, അല്ലാഹുവിന്റെ ഖൗല് വേറൊരു സൂറത്തുൽ കഹ്ഫിൽ, ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. അപ്പോൾ നദ്ഉവ എന്നതിന് അവിടെയും ഇബാദത്ത് എടുക്കുക എന്നതാണ് അർത്ഥം. ഇനി രണ്ടാമത്തെ അർത്ഥം ദുആഇന് അൽ ഇസ്തിഗാസത്തു, സഹായത്തെ തേടുക എന്നതാണ്. ഖൗലി തആല, അല്ലാഹുവിന്റെ ഖൗല് പോലെ, കുൽ അറഅയ്തകും ഇന്നതാകും അദാബുല്ലാഹി ഔ അതതുകുമുസ്സാഅതു ഗൈറല്ലാഹി തദ്ഊന ഇൻ കുൻതും സാദിഖീൻ. കുൽ നബിയെ തങ്ങൾ പറയാറായി, കുൽ അറഅയ്തുകും ഇന്നതാകും അദാബുല്ലാഹി, അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നാൽ, ഔ അതതുകുമുസ്സാഅതു അല്ലെങ്കിൽ അരലോകം അല്ലെങ്കിൽ അന്ത്യനാൾ നിങ്ങൾക്ക് വന്നാൽ, അഗൈറല്ലാഹി അല്ലാഹ് അല്ലാത്തവരോട് തദ്ഊന നിങ്ങൾ സഹായം തേടുമോ, ഇൻ കുൻതും സാദിഖീൻ നിങ്ങൾ വിശ്വസിച്ചവരാണെങ്കിൽ. ബൽ ഇയ്യാഹു തദ്ഊന ബൽ എങ്കിലും ഇയ്യാഹു അല്ലാഹുവിനോട് തദ്ഊന അവർ പ്രാർത്ഥിക്കും, അവർ സഹായം തേടും. ഫയക്ഷിഫു മാ തദ്ഊന ഇലൈഹി ഇൻശാ വതൻസൗന മാ തുശ്രികൂൻ എന്ന്. ഇനി മറ്റൊരർത്ഥം ദുആഇന് നിദാ എന്നൊരു അർത്ഥമുണ്ട്. യൗമ യദ്ഊകും വയസ്തജീബൂന ബിഹംദിഹി എന്നെടുത്ത് നിദാ വിളി എന്നാണ് അർത്ഥം. വഖൗലിഹി തആല, അല്ലാഹുവിന്റെ വാക്ക് പോലെ, ഖാലത് ഇന്ന അബീ യദ്ഊക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ. അത് വിളി എന്നാണ്. ഖാലത് ആ പെണ്ണ് പറഞ്ഞ്, യാക്കൂബ് ശുഐബ് നബിയുടെ മകൾ പറഞ്ഞ്, ഇന്ന അബീ തീർച്ചയായിട്ടും എൻ്റെ വാപ്പ യദ്ഊക ശുഐബ് നബിയെ നിങ്ങളെ വിളിക്കുന്നുണ്ട്. എന്തിനിക്ക് ലിയജ്സിയക നിങ്ങൾക്ക് കൂലി നൽകാൻ വേണ്ടി, അജ്റമാ യജ്സിയക നിങ്ങൾക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി, അജ്റമാ സഖൈത ലനാ ഞങ്ങൾക്ക് വെള്ളം കോരി തന്നതിൻ്റെ കൂലി നൽകാൻ വേണ്ടി ഞങ്ങളുടെ വാപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ യദ്ഊക എന്നതിന് നിദാഇ എന്നും അർത്ഥമുണ്ട്. ഇനി നാലാമത്തെ അർത്ഥം അത്വലബു വസ്സുആലു മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ചോദിക്കുക തേടുക എന്നും അർത്ഥമുണ്ട്. അതേതാറ് ആയത്ത്, വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ എന്നായത്ത്. മറ്റൊരായത്ത്, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും എന്നൊരായത്ത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യം നമുക്ക് നാളെ വിവരിക്കാം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ വലാ മഅരിഫത ഇല്ലാ മാ അൽഹംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. اللهم عليك توكلنا وإليك نبنا وإليك المصير. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. നാഫിയായ ഇൽമിനെ ഞങ്ങൾക്ക് നീ അധികരിപ്പിച്ചു തരണേ തമ്പുരാനെ. നാഫിയായ ഇൽമ് അനുസരിച്ച് ജീവിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. والسلام عليكم ورحمة الله وبركاته.